ഡ്രഗ്സ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് മനുഷ്യന്മാരൊന്നല്ല. അതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഡോൾഫിൻസ് ഈ പഫർ ഫിഷിനെ കടിക്കുകയും എടുത്തെറിയാറൊക്കെയുണ്ട്. ഈ സമയത്ത് പഫർ ഫിഷ് ടെട്രോഡോട്ടോക്സിൻ എന്ന വിഷം പുറത്തുവിടുകയും ഇത് കഴിക്കുന്ന ഡോൾഫിൻസിന് എക്സ്ട്രീം ലെവലിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. ആനകൾ ചേനലിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കുന്നതും ഇതേ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മൃഗങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പൊതുവെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, പ്രകൃതിയിൽ ഇതൊക്കെ കോമൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ മാത്രം ഡ്രഗിനെ ഇല്ലീഗലാക്കിയത്? അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എൻ്റെ കയ്യിൽ ലോകത്തിൽ തന്നെ ഏറ്റവും അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ടെന്ന് കരുത്. നമുക്കിതിനെ BDIW എന്ന് വിളിക്കാം. അതായത് ദ ബെസ്റ്റ് ഡ്രഗ് ഇൻ ദ വേൾഡ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് എന്ത് ഫീലാണോ വേണ്ടത് എക്സാക്ട്ലി അത് കൊടുക്കാനുള്ള പവർ ഉണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ 2 ഗോഡൗൺ നിറയെ ഈ ഡ്രഗിന് സ്റ്റോക്കും ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരാലും പിടിക്കപ്പെടാണ്ട് ഇതെല്ലാം വിറ്റ് കോടിക്കണക്കിന് രൂപയാക്കി മാറ്റണം. ഞാനാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചെയ്യുക? നോക്കാം. പൂവിൽ നിന്നും തേൻ ശേഖരിക്കുന്ന തേനീച്ചയ്ക്ക് ഇത്തവണ രുചിയിലൊരു വ്യത്യാസം അനുഭവപ്പെട്ടു. കാരണം തേൻ ഫെർമെൻറ്റേഷൻ കാരണം ആൽക്കഹോളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തേൻ കുടിച്ച തേനീച്ച ലഹരിയിലാവുകയും ആടിയുലന് കോളനിയിൽ എത്തുകയും ചെയ്യുന്നു. കോളനിയിൽ ഉണ്ടായിരുന്ന 2 ഗാർഡുകൾ ഇത് ശ്രദ്ധിക്കുകയും തേനീച്ചയ്ക്ക് ലൈഫ് ടൈം ബാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് തേനീച്ച വീണ്ടും വീണ്ടും കോളനിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഒരു രക്ഷയില്ലാന്നുണ്ട ഗാർഡുകൾ തേനീച്ചയുടെ ചിറകരിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രകൃതിയിലും ഡ്രഗ് ഇല്ലീഗലാക്കുന്നത് കോമൺ ആണ്. നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് ഈ കഥ കേൾക്കാനെന്നല്ലാതെ എനിക്കറിയാം. നിങ്ങൾക്കറിയേണ്ടത് ഞാനൊരു ഡ്രഗ് കാർട്ടലായാലും എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഐ ആം സ്മാർട്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നിങ്ങളൊരു ലോങ് ടേമിലേക്ക് ഒരു ക്രൈം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തയ്യാറാക്കി വെക്കേണ്ടത് ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയാണ്. എത്രത്തോളം നിങ്ങളുടെ ഫേസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ, ഇത് കൊള്ളാം. ഇനി ഇത് വെച്ച് പാസ്പോർട്ട്, ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു 10-15 ലക്ഷം കൊടുത്താൽ ഡാർക്ക് വെബിൽ നിന്ന് കിട്ടും. ആരും ലിങ്ക് ഒന്നും ചോദിക്കരുത്, ഇതൊരു ഫിക്ഷണൽ വീഡിയോ ആണ്. അടുത്തത് എനിക്ക് വേണ്ടത് നല്ലൊരു ടീമാണ്. ഒരു ഡ്രഗ് കാർട്ടിൽ നിന്നിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പോലീസിനെന്നല്ല, അതും എനിക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എൻ്റെ തന്നെ ടീമിലുള്ള ആളുകളെയോ മറ്റുള്ള ഡ്രഗ് കാർട്ടേഴ്സിനെയാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇമോഷണേക്കാൾ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന, കൊല്ലാൻ പോലും മടിയില്ലാത്ത കുറച്ച് ആളുകളെ എനിക്ക് വേണം. ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഒരേ ഒരു സ്ഥലത്തേ കണ്ടെത്താൻ കഴിയുള്ളൂ, സെൻട്രൽ ജയിൽ. സോ ഞാനൊരു 6 മാസത്തേക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു ചെറിയ ക്രൈം ചെയ്യുകയും സെൻട്രൽ ജയിലിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇനി ഇവിടെയുള്ളവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യും. ഓരോരുത്തരുടെയും സ്ട്രെങ്ത്, വീക്ക്നെസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇൻഡയറക്ട്ലി ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് വയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, സെൻട്രൽ ജയിലിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഉണ്ടാകാറുണ്ട്, എസ്പെഷ്യലി ഡ്രഗ് റിലേറ്റഡ് കേസുള്ളവർക്ക്. അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്കൊരുപാട് കോൺഫിഡൻസ് തന്ന 2 കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഡ്രഗ്സിനെ ഒരിക്കലും ഈ സൊസൈറ്റിയിൽ നിന്ന് ഇനി തുടച്ചു മാറ്റാൻ കഴിയില്ല. അത് പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ഡ്രഗ്സ് 10-20 വർഷം മുന്നേ ഉണ്ടായൊരു സംഗതിയല്ല, അതിന് ആയിരക്കണക്കിന് വർഷത്തിന് ചരിത്രമുണ്ട്. അത് ഞാൻ ഒരു മിനിറ്റിൽ പറഞ്ഞുതരാം. നമ്മുടെ പൂർവികന്മാരുടെ എല്ലാം ബ്രെയിനിൽ ഒരു റിവാർഡ് സിസ്റ്റം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മളൊരു പണി ചെയ്താൽ തിരിച്ചൊരു കൂലി കിട്ടും, അല്ലേ? ഈ കൂലിയാണ് റിവാർഡ്. ഈ റിവാർഡ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും പണിയെടുക്കാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. ഇതുപോലെ പണ്ടുണ്ടായിരുന്നവർ അവരുടെ സർവൈവലിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്തുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, കുട്ടികളെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെയിനിലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇതിനെയാണ് നമ്മൾ ഡോപ്പമിൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ 100 ഡോപ്പമിൻ റിവാർഡായിട്ട് ലഭിച്ചു വരരുത്. കോഫി കുടിക്കുമ്പോൾ 150 ആവാം, ഗെയിം കളിക്കുമ്പോൾ 200 ആവാം. പക്ഷേ MDMA യൂസ് ചെയ്യുമ്പോൾ എത്ര ആവുമെന്ന് അറിയോ? 800 മുതൽ 1000 വരെ ആയിട്ട് വരാം. പെട്ടെന്ന് ഇത്രയധികം ഡോപ്പമിൻ ലഭിക്കുമ്പോൾ ബ്രെയിൻ ഇത് അൺഹെൽത്തി ആണോ, ഇതിനെന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ, ഒന്നും ചിന്തിക്കൂല. ബ്രെയിൻ ആകെ മനസ്സിലാകുന്നൊരു കാര്യം, സർവൈവലിന് അത്യാവശ്യമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ഇവൻ ചെയ്യുന്നത്, വീണ്ടും ചെയ്യുക എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും. അങ്ങനെ അയാളത് വീണ്ടും ചെയ്യുന്ന സമയത്ത് ബ്രെയിനിൽ നോർമലൈസേഷൻ പ്രോസസ്സ് കൂടി നടക്കും. അതായത് 1000 ഡോപ്പമിൻ ലഭിച്ചത് പിന്നീട് 980, 900, 800 ഒക്കെ ആയിട്ട് കുറഞ്ഞു വരും. അതോടൊപ്പം മറ്റ് കാര്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ഡോപ്പമിൻ്റെ അളവും കുറയും. ഇതുകൊണ്ടാണ് ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയവർക്ക് പലപ്പോഴും ഫ്രണ്ട്സിനോടും ഫുഡിനോടും ഒന്നും താല്പര്യമില്ലാതായിട്ട് മാറുന്നത്. മാത്രമല്ല, ആരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ലൈഫിൽ ആകെ എക്സൈറ്റ്മെൻറ്റ് കൊടുക്കാൻ വരുന്ന കാര്യം ഈ ഡ്രഗ്സിന് മാത്രമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇഫ് ദർ ഈസ് ഡിമാൻഡ് ദർ വിൽ ഓൾവേസ് ബി സമൺ ടു സപ്ലൈ ഇറ്റ്. അപ്പോൾ ഡ്രഗ്സ് ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഡിമാൻഡ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു സപ്ലയർ എന്ന നിലയിൽ ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല. മാത്രമല്ല, ഡിമാൻഡ് കൂട്ടാനുള്ള ഒരുപാട് വഴികളും എനിക്കറിയാം. പക്ഷെ അതിനു മുന്നേ നിങ്ങളെൻ്റെ ടീമിനെ പരിചയപ്പെടണം. സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തി. പേര് ഷിജു. ഇനി ഷിജു വഴിയായിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പറേറ്റ് ചെയ്യുക. ഇതിനായിട്ട് എൻ്റെ പ്രോഫിറ്റിൻ്റെ കുറച്ച് ഷെയർ ആണ് കൊടുക്കേണ്ടതായിട്ട് വരും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഷിജുവിൻ്റെ അണ്ടറിൽ 5 പൊസിഷൻസ് ഉണ്ട്. ഒന്ന് ഒബ്സർവർ, മറ്റൊരു ഡ്രഗ് കാർട്ടൽസ്, ഡിസ്ട്രിബ്യൂഷൻ, പോലീസ് എല്ലാം നിരന്തരം വാച്ച് ചെയ്യുകയും കൃത്യസമയത്ത് കാര്യങ്ങൾ ഇൻഫോം ചെയ്യലൊക്കെ ഇയാളുടെ പണി. 2 സയൻറ്റിസ്റ്റ് ആൻഡ് അസിസ്റ്റൻസ്. 2 ഗോഡൗൺ കൊണ്ട് ഒന്നും ആവില്ല എന്ന് നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് ആവശ്യാനുസരണം ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലാബും ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. 3, ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് ഗാർഡ്സ്. ഡ്രഗ്സ് വളരെ സേഫ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പണി. 4, ഇൻഫോമേഴ്സ്. ഇതൊരു പൊസിഷൻ അല്ല, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കുറച്ച് ആളുകളും മറ്റുള്ള ഡ്രഗ് കാർട്ടേഴ്സിലെ ആളുകളും ആയിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് പരിഗണിക്കുക. 5, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇവരാണ് ഇതിലെ മെയിൻ കണ്ണികൾ. നിങ്ങൾ 2000 രൂപ ഒരു ഡ്രഗിന് വേണ്ടി ചെലവഴിച്ചു എന്ന് കരുത്. അതിൽ 100 രൂപ അതുണ്ടാക്കാനുള്ള ചെലവ് വരുന്നുള്ളൂ. അതിൽ 800 രൂപ ഞങ്ങൾ ഡ്രഗ് കാർട്ടേഴ്സിന് പോകും. ബാക്കിയുള്ള 1100 രൂപയും പോകുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. കാരണം ഇവരെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ പ്രോഫിറ്റ്. ഈ 5 പൊസിഷനിലിരിക്കുന്നവർക്കും ബോസ് എന്ന് പറയുന്നത് ഷിജുവാണ്. ഇവർക്ക് ആർക്കും എന്നെ പേഴ്സണലി അറിയില്ല. ഈ ഡ്രഗെല്ലാം വിറ്റ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയാലും എനിക്കൊന്നും ചെലവഴിക്കാൻ കഴിയില്ല. ഈ പണം കൊണ്ട് ഞാനൊരു ലംബോർഗിനി കാർ മേടിക്കാൻ ചെന്നെന്ന് കരുത്. ഇത്രയും പണം കൈമാറുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയുകയും അവരെന്നോട് ഇതിന്റെ സോഴ്സ് ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പണമെല്ലാം മണി ലോണ്ടറിങ് ചെയ്യാൻ അറിയുന്ന ഒരു ഫൈനാൻഷ്യൽ എക്സ്പേർട്ടിനെ എനിക്ക് ആവശ്യമാണ്. മണി ലോണ്ടറിങ് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണത്. നൗ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, BDW പറയുന്ന ഡ്രഗ് സിഗരറ്റ് ഹാൻഡ്സ് പോലെ 50-60 രൂപയ്ക്ക് ചീപ്പായിട്ട് വിൽക്കാം. അതിന്റെ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന മാർജിൻ കുറവാകുമെങ്കിലും അത് ഉപയോഗിക്കുന്ന ആളുടെ അളവ്, അതിന്റെ വോള്യൂം വളരെ കൂടുതലായിരിക്കും. 2, MDMA, മെത്ത്, കൊക്കൈൻ പോലെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് വെക്കാം. ഏതെടുത്താലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി സേഫ് ആയതുകൊണ്ട് തന്നെ അതിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യുമെങ്കിൽ അതിന്റെ പ്രോഫിറ്റും റിസ്ക്കും വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല മാർക്കറ്റിന്റെ മുഴുവൻ കൺട്രോൾ എനിക്ക് ഉണ്ടാവും. പക്ഷെ എപ്പോഴും കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിരിക്കണം എന്ന് മാത്രം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഐ ആം സ്മാർട്ട്. സോ ഞാൻ രണ്ടും ചൂസ് ചെയ്യാൻ പോവാണ്. ഹിയർ ഈസ് എ പ്ലാൻ. BDW നിന്ന് ഞാൻ 2 ടൈപ്പ് ഡ്രഗ് കൂടി ക്രിയേറ്റ് ചെയ്യും. ഒന്നാമത് സിഗരറ്റ് ഹാൻഡ്സ് പോലെ ചീപ്പായിട്ട് വെക്കും. ഇതിനാദ്യം ഈ പ്രൊഡക്റ്റ് നോർമലൈസ് ചെയ്യാനായിട്ടുണ്ട്. സിമ്പിളാണ്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് കുറച്ച് ക്യാഷ് മറിച്ചാൽ മതി, അവർ തന്നെ കാര്യം നല്ല വൃത്തിക്ക് ചെയ്യും. ഒരു ഫൈറ്റിന് ശേഷം നായകൻ സിഗരറ്റ് വലിച്ചിരുന്നതൊക്കെ മാസ്സായത് കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ വളരെ ഇന്റൻഷനോട് കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ ടൈപ്പ് ഡ്രഗ് മുട്ടായിയുടെ രൂപത്തിൽ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് വെക്കും. ഇത് കുട്ടികൾക്ക് ഡേഞ്ചറസ് ഒന്നുമല്ല, പക്ഷെ BDWയുടെ ചെറിയൊരു എസെൻസ് ഉണ്ടാകുന്നത് മാത്രം. ഇവർ വളർന്നു വരുമ്പോൾ എന്തായാലും ഞങ്ങളുടെ മറ്റുള്ള ഡ്രഗുകൾക്ക് അഡിക്റ്റഡ് ആയിരിക്കും. നെസ്ലെ എന്ന കമ്പനി ജപ്പാനിലുള്ളവരെ കോഫിക്ക് അഡിക്റ്റഡ് ആക്കിയതുപോലെ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഡ്രഗ്സ് ഞങ്ങളുടേതാണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡ്രഗ് കാർട്ടൽസിനെല്ലാം ഞങ്ങളൊരു ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തായ്ലൻഡ്, മെക്സിക്കോ, അമേരിക്ക ഇവിടെ നിന്നെല്ലാം തൂക്കും ആയുധങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ റിസ്ക് ഷിജു എടുക്കുന്നതുകൊണ്ട് തന്നെ അവൻ സ്വാഭാവികമായിട്ടൊരു കാര്യം ചിന്തിക്കും, ഇത്രയും റിസ്ക് എടുക്കുന്ന ഞാൻ ഒരു റിസ്ക് എടുക്കാത്ത അവരെന്തിനാണ് പണം ഉണ്ടാക്കി കൊടുക്കുന്നത്? അവനെ മെല്ലെ കൊന്നാൽ ആരും അറിയാൻ പോകുന്നില്ല. ഷിജുവിന് കുറ്റം പറയാൻ കഴിയില്ല, മനുഷ്യനാണ്, സ്വാഭാവികം. ബട്ട് ഐ ആം സ്മാർട്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എനിക്കൊരു ഷാഡോ ടീം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഹാക്കർ, 2 സ്നൈപ്പേഴ്സ്, 2 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് നീക്കം എനിക്കതിൽ നടത്തിയാലും ഐ വിൽ നോ ഇറ്റ്. ഷിജുവിനെ പോലെ ഒരുത്തനെ കൊല്ലാൻ എനിക്ക് താല്പര്യമല്ല, അവനെ മാക്സിമം എനിക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ മറ്റൊരു ടെറിട്ടറിയിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയും ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഷിജുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയോറിറ്റി, ഫോക്കസ് ഒന്നും ഞാനല്ല, മറ്റുള്ളവരാണ്. ഇതുവരെ ഞാൻ എത്തിയത് ഇവിടുത്തെ പോലീസ്, നിയമം, പൊളിറ്റീഷ്യൻസ് എല്ലാവരുടെയും സഹായം കൊണ്ട് തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഞങ്ങളുടെ ഡ്രഗ്സ് വളരെയധികം കോമൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. ഗവൺമെന്റിനും പോലീസിനും നല്ല പ്രഷറും ഉണ്ട്. സാധാരണ ഇലക്ഷൻ സമയത്ത് 2 പാർട്ടികളും ഫണ്ട് വാങ്ങാറുള്ളതാണ്. ഇത്തവണ 2 പാർട്ടികളും റിജക്ട് ചെയ്തു. കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് പോകുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരാൾ വളരെ കൂളായിട്ട് ടൗണിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാൽ കൊക്കൈനേക്കാൾ ഡേഞ്ചറസ് ആണ് ഈ സിഗരറ്റ്. വലിക്കുന്നവർക്ക് മാത്രമല്ല, കൂടെ നിൽക്കുന്നവർക്കടക്കം പ്രശ്നം ഉണ്ടാക്കുന്ന ഈ സിഗരറ്റിനെ ആ ഒരു ഡ്രഗ്സ് ആയിട്ട് പോലും കൺസിഡർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? മേ ബി അതിനുള്ള ആൻസർ കിട്ടിയാൽ എന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കിട്ടുമായിരിക്കാം. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, 1500കളിൽ തന്നെ ആളുകൾ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും 1900 കാലഘട്ടത്തിലാണ് ഇതൊരു വേൾഡ് ലെവലിൽ ട്രെൻഡായിട്ട് മാറുന്നത്. New filter. So breezy, easy on. So inhale. All the pleasure comes through. The taste is great. അന്ന് ഇത് ഉപയോഗിക്കുന്ന പലർക്കും ഇതൊരു ഡ്രഗ് ആണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. 1950 ആകുമ്പോഴാണ് ഇത് ലങ് ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെന്ന് ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴേക്കും മിക്ക ആളുകളും ഇതിന് അഡിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, സിഗരറ്റിനെ ലീഗലൈസ് ചെയ്താൽ ഒരുപാട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെന്റ് മനസ്സിലായി. അപ്പോൾ ഗവൺമെന്റ് ഗുണമുള്ള കാര്യമായതുകൊണ്ട് തന്നെ സിഗരറ്റിന് ഇനി ഒരിക്കലും ബാൻ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഈ 2 കാര്യങ്ങളും ഇനി എൻ്റെ കേസിൽ വർക്കാവും തോന്നുന്നില്ല. ഐ നീഡ് അനദർ സൊല്യൂഷൻ. ആ, 7up, പെപ്സി, മൗണ്ടൻ ഡ്യൂ, സ്ലൈസ് ഇതെല്ലാം പെപ്സിക്കോ എന്ന കമ്പനിയുടെ ഉണ്ടല്ലാണ്. അതുപോലെ ഓപ്പോ, വിവോ, റിയൽമി, OnePlus ഇതെല്ലാം BBK ഇലക്ട്രോണിക്സ് എന്ന കമ്പനി ഉണ്ടല്ലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് ഒരു സെയിം മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കുന്ന അറിയാമോ?
കാരണം പീപ്പിൾ ലവ് ഓപ്ഷൻസ് ആൻഡ് പീപ്പിൾ ലവ് ഡിസ്ട്രാക്ഷൻസ് ടു. നിങ്ങളൊരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഷവർമ ഷോപ്പ് കണ്ടു. അപ്പോൾ നിങ്ങളുടെ ബ്രെയിന് സ്വാഭാവികമായിട്ട് തിങ്ക് ചെയ്യുക ഷവർമ കഴിക്കണോ അതോ വേണ്ടേ. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും നടന്നപ്പോൾ വേറൊരു സ്ട്രീറ്റ് കണ്ടു. അവിടെ അടുപ്പിച്ച് 4 ഷവർമ ഷോപ്പ് ഉണ്ട്. 1 പ്രീമിയം കസ്റ്റമേഴ്സിന് പറ്റിയത്, 2 ബഡ്ജറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയത്, 3 ഫാമിലി ആയിട്ടൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയത്, 4 ട്രെൻഡിങ് എസ്തെറ്റിക് വൈബുള്ള ഒരു ഷോപ്പ്. ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുക ഷവർമ കഴിക്കണോ വേണ്ടേന്നല്ല, ഇതിൽ ഏത് ഷോപ്പിൽ കയറും എന്നുള്ളതായിരിക്കും. അങ്ങനെ ഏത് ഷോപ്പിൽ കയറിയാലും ലാഭം ഒരാൾക്കായിരിക്കും. കാരണം ഈ 4 ഷോപ്പുകളും കൺട്രോൾ ചെയ്യുന്നത് ഒരാളാണ്. ഇതുപോലെ ഓൾറെഡി നെറ്റ്വർക്കും കണക്ഷൻസ് എനിക്കുള്ളത് കൊണ്ട് തന്നെ BJWയുടെ കൂട്ടത്തിൽ ഞാൻ പല രൂപത്തിലും പല വിലയിലുള്ള ഡ്രഗ്സ് ക്രിയേറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി ഇതിനെതിരെ ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. ഓരോ സമരങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ എണ്ണവും കൂട്ടും. ആളുകൾക്ക് ഇവരിൽ എണ്ണാൻ പറ്റുന്നതിലധികം ഡ്രഗ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. എന്തിനാണെന്നല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്. വായു മലിനീകരണം, പരിസ്ഥിതി മലിനീകരണം, റേപ്പ്, എക്സാം പേപ്പർ ലീക്ക്, അഴിമതി. ഒരു പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമരം ചെയ്ത് പ്രതിഷേധിച്ച് തീർക്കാം. പക്ഷെ ഇത് എവിടെ നിന്നും തുടങ്ങും? അത്രത്തോളം ഉണ്ട് അല്ലേ. ഈ സെയിം സിറ്റുവേഷൻ ഞാൻ എൻ്റെ ഡ്രഗ്സിന്റെ കേസിന് ക്രിയേറ്റ് ചെയ്യും. ആളുകൾക്ക് എങ്ങനെയൊക്കെ സമരം ചെയ്താലും പ്രതിഷേധിച്ചാലും തീർക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളോട് ഒരു ഉപകാരമില്ല, പ്രയോജനമില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ സാക്രിഫൈസിങ് യുവർ ഹെൽത്ത്, മണി, ലൈഫ്, എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ വീഡിയോ മേ ബി തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരു ഡ്രഗ് കാർട്ടൽ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവിടുത്തെ നിയമം, ആളുകൾ, പോലീസ് എങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഡ്രഗ് കാർട്ടൽസിന്റെ ഭാഗമായുള്ള പലരും ഡ്രഗ്സിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് പറയുന്നത് ഡ്രഗ്സിനെ ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ്. 40 years, I've only been taught one thing, that the only solution is to legalize all drugs. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.